ഹലോ ഗൈസ്, വെൽക്കം ടു ചാരു വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പലത്തിൽ വെച്ചാണ്. ഇവിടെ തൃപ്പാളൂരുള്ളൊരു ശിവക്ഷേത്രമാണിത്. നല്ലൊരു അമ്പലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണിത്. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനും മമ്മിയും കൂടെ അമ്പലത്തിൽ പോയതാണിത്. അപ്പോൾ അമ്പലത്തിൽ പോയി അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ നല്ല രസം, അവിടുത്തെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലും അവിടുത്തെ ഒരു ആംബിയൻസും എല്ലാം നല്ല രസം. ഇത് ഞാൻ കഷ്ടപ്പെട്ട് മമ്മീനെ വീഡിയോയിൽ നിർത്തിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എന്താണെന്നറിയില്ല, അപ്പോൾ അത് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ അമ്പലത്തിൽ പോയി രാവിലെ അർച്ചനയെല്ലാം കഴിച്ച് ആ പ്രസാദമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം. ഇത് ഇവിടെ തൃപ്പാളൂരുള്ളൊരു തൂക്കുപാലമാണ്. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ, അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കാണുന്ന ഒരു തൂക്കുപാലമാണിത്. ഇത് റീസെൻ്റ് ആയിട്ടാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഞാനിതുവരെ ഇങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കത് കാണിച്ചു തരാമല്ലോ. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഗായത്രി പുഴയാണിത്. അപ്പോൾ ആ പുഴയുടെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു തൂക്കുപാലം, നല്ല രസമുണ്ട്. അവിടെ ഇരിക്കാനൊക്കെ കുറച്ച് ഇതെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ ആ ഒരു വൈബ് ഇങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത്, ആ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു വ്യൂ, അവിടെ പോയി നിന്ന് ഇങ്ങനെ കാണുന്ന ഒരു വ്യൂവും അത് അടിപൊളിയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാനെന്തിങ്ങനെ ഇളകണ പോലെ കാണിച്ചു. ആക്ച്വലി ഇത് നടക്കുന്ന സമയത്ത് ഈ തൂക്കുപാലം ഇളകുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനതിങ്ങനെ ഇളകുണ്ട് നിന്ന് മമ്മിയുടെ അടുത്ത് പറയുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. നിങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇതെൻ്റെ അനിയത്തിയാണ് ഗൈസ്, ചിന്നു. ആക്ച്വലി ഇൻട്രോ പറയുമ്പോൾ ഞാൻ ചിന്നുവിനെ പറയാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ അത് മതി ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ചിന്നുവിനെ അവിടെ നിർത്തി കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അപ്പോൾ ആളും ആ വൈബെല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ചുമ്മാ ഒന്ന് മേലേക്ക് പോയി അവിടെ പാടത്തെ കാറ്റെല്ലാം കൊണ്ടിങ്ങനെ വൈബടിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. പാടത്തിൻ്റെ ആ സൈഡിൽ നിന്ന് വരുന്ന ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ആ വൈബൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് ഇരിക്കാൻ. നല്ല രസമാണ്. വൈകുന്നേരത്ത് ഇങ്ങനെ പോയിട്ട് മേലെ പോയിരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മുടെ എന്താ പറയുക, മൈൻഡ് ഭയങ്കര റിഫ്രഷ്ഡ് ആവും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാനും മമ്മിയും കൂടെ ആസ് യൂഷ്വൽ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. എനിക്കിത് ഈ ഹൈവേയിൽ ഈ നൈറ്റിൽ പോണ സമയത്ത് ഈ ലൈറ്റ് ഭയങ്കര ഇഷ്ടം. അതൊരു കാണുമ്പോൾ ഒരു വേറൊരു ഫീലാണ്. അപ്പോൾ അത് ഞാൻ ചുമ്മാ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ചാരു വ്ളോഗ്സ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.